ഫ്രണ്ട്സ്, ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ഡ്യൂട്ടി നമ്മൾ കിച്ചണിലാണ്. കിച്ചണിൽ നമ്മൾ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഓട്ടടയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. ഓട്ടട ചിലവർ കുത്തപ്പം എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് അരി നമുക്ക് മിക്സിയിലാട്ടാം. അപ്പോൾ ഒത്തിരി മോനെ ഒന്നാണ്, മോനിൻ്റെ കൂടെ തന്നെ എണീക്കും. അതുകൊണ്ട് ഞാൻ മോനെടുത്ത് കരച്ചിലാണ് താഴെ വെച്ചപ്പോൾ, അതുകൊണ്ട് എടുത്തുകാണ്ട് ചെയ്യാണ് എല്ലാ കാര്യങ്ങളും. നമുക്ക് ഓട്ടട ചുട്ടെടുക്കണം. അപ്പോൾ അത് ചുടുകയാണ്. ആളെ വലിയ കരച്ചിലൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ ഇരുത്തി കറിക്കുള്ളതൊക്കെ അരിഞ്ഞ് കറി നമുക്ക് റെഡിയാക്കണം. അപ്പോൾ ഞാൻ കറി റെഡിയാക്കുകയാണ്. നമുക്ക് ഉച്ചക്കേക്കുള്ള ചോറിനുള്ള ഉപ്പേരി റെഡിയാക്കാം. ഏകദേശം അരിഞ്ഞ് ഫുള്ളായിട്ട് എല്ലാ വീഡിയോസും എടുക്കാൻ കഴിയണില്ല. പിന്നെ നമുക്ക് ചോറിന് വെള്ളം വെക്കണം. അപ്പം ഞാൻ ചോറിന് വെള്ളം വെച്ച് അപ്പോഴത്തേനും മോന് കരച്ചിൽ തുടങ്ങി. പിന്നെ ഓനെടുക്കേണ്ടി വന്ന് അങ്ങനെ പിന്നെ ഓനെടുത്ത് കുറച്ചു നേരം കൊണ്ട് നടന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ റെഡിയായി, കരച്ചിലൊക്കെ മാറി. പിന്നെ ഇനി നമുക്ക് ബാക്കി പണി നോക്കണം. ബാക്കി അടിച്ചു വരാനും തുടയ്ക്കാനും എല്ലാ പണിയും അവിടെ ഉണ്ട്. അപ്പം അത് നോക്കണം. അപ്പോൾ അത് നമ്മൾ ചോറിൻ്റെ വെള്ളം തിളച്ച് വന്ന് കഴിഞ്ഞാൽ അരി ഇടാനുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് അരി ഇട്ട് അടിച്ചു വാരി മുഴുവനായിട്ടില്ല ഇനി. അപ്പോത്തിന് ഓൻ്റെ കലാപരിപാടി തുടങ്ങി. ചൂല അവിടെ വെച്ച് പോകുന്നത് ഇനി. അപ്പോത്തിന് അതെല്ലാം എടുത്ത് ഓൻ്റെ വൈക്കാക്കി. ഇനിയിപ്പോൾ രണ്ടാളുണ്ട് ഇവിടെ. രണ്ടാളും കിടന്നുറങ്ങുകയാണ്. ആഹാ, അതിലൊരാൾ എണീറ്റ് ഫോണുമ്മലൊക്കെ കളിക്കുകയാണല്ലോ. അപ്പോൾ ഒരാൾ എണീറ്റിട്ടുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് പ്രത്യേകിച്ച് വിളിക്കാൻ നിന്നിട്ടില്ല. അന്ന് മദ്രസ ഇല്ലാത്തതുകൊണ്ട് വിളിച്ചിട്ടില്ല. അപ്പോൾ ഇനി ഷാമോനെ വിളിക്കണം. അപ്പോൾ ഷാമോ നല്ല ഉറക്കമാണ് തോന്നണേ. അപ്പോഴത്തേന് ഫയാസ് വന്ന് ഓരോരുത്തരൊക്കെ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും എണീറ്റ് ചായയൊക്കെ കുടിച്ച് അതിൻ്റെ ഇടയിൽ ചോറായി. ആ ചോറായി അടുപ്പത്തേക്ക് നമുക്ക് കുറച്ച് ചുടുവെള്ളമൊക്കെ വെച്ച് കൊടുത്ത് അപ്പോഴത്തേന് നമ്മുടെ ഫയാസ് മോൻ്റെ പണി കണ്ടില്ലേ. അരിയൊക്കെ ചിന്തി ഒക്കെ കഴിഞ്ഞ് ഓനെല്ലാ കുസൃതികളൊക്കെ ഒപ്പിച്ച് ഉറങ്ങി. ആ നേരം കൊണ്ട് നമുക്ക് ബാക്കി പരിപാടിയൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. ഇനി നമ്മൾ തുടച്ചിട്ടില്ല, പാത്രം കഴുകണോ, ഇതൊക്കെ ചെയ്യാനുണ്ട്. അപ്പോഴത്തേന് നമ്മൾ ഫയാസ് മോനെ പിന്നെ ഉണന്ന്. അങ്ങനെ നമ്മൾ പണികളൊക്കെ വീണ്ടും പെൻഡിങ് ആയി. ഒന്നും കഴിയാൻ കഴിഞ്ഞില്ല. അങ്ങനെ എടുത്ത് നടന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷം അവനക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നിന്ന്. അപ്പോൾ ഇവിടെ ഭയങ്കര TV കാണലാണ്. അൺബോക്സിംഗ് ഡൂഡാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ മുന്നിൽ വെച്ച് അവനക്ക് ഭക്ഷണം കൊടുത്ത് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് വീടൊക്കെ തുടച്ച് വൃത്തിയാക്കി. ഇനി അടുത്ത പണി എന്താന്ന് നോക്കണം. അടുത്ത പണി ഇനി കറി വെച്ചിട്ടില്ല, കറി വെക്കാനുണ്ട്.
അപ്പോൾ ഇനി അതിലേക്ക് പോവാം. അപ്പോൾ കറി വെക്കാൻ നമുക്ക് കിട്ടിയത് അയിലയാണ്. അപ്പോൾ പൊരിക്കും വേണം, കറി വെക്കും വേണം. അപ്പോൾ ഇനി അത് തുടങ്ങാം. കറി ഉണ്ടാക്കുന്ന സമയം നോക്കി അവിടെ ഡോറ് തുറന്നിട്ടിനി. അപ്പോൾ ഫയാസ് പുറത്തേക്ക് പോകണം. അങ്ങനെ കുറെ പൂച്ചന്റെ കൂടെ കളിച്ച് ഫയാസ് പുറത്ത് കുറെ കളിച്ച് പിന്നെ അങ്ങനെ അങ്ങോട്ട് പോവുകയും അപ്പോൾ ഞാൻ പിടിച്ച് ഉള്ളിൽ കയറ്റി. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഹസ്ബൻഡിന്റെ കോള് വരുന്നത്. ഹസ്ബൻഡിന്റെ കോള് വന്നപ്പോൾ എന്നോട് പറഞ്ഞു എനിക്കൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എന്താണെന്ന്. അപ്പം എന്താണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഉപകാരമുള്ള ഒരു സാധനമാണ്. അപ്പം ഞാനപ്പോൾ തന്നെ ചോദിച്ചു വാഷിംഗ് മെഷീനാണോന്ന്. കാരണം ഞാൻ അതാണ് പറഞ്ഞിന്. അപ്പോൾ പറഞ്ഞു അതൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പൊട്ടിച്ച് നോക്കിയപ്പോൾ മോനെ വാഷിംഗ് മെഷീൻ തന്നെ. അപ്പോൾ ഭയങ്കര സന്തോഷമായി. ഞാൻ ഹസ്ബൻഡിന് അപ്പം തന്നെ കോളൊക്കെ ചെയ്തു. പക്ഷെ മൂപ്പര് എടുത്തില്ല, എന്തോ തിരക്കായോണ്ടാണ് തോന്നണം. അപ്പോൾ കോളൊന്നും എടുക്കാൻ പറ്റിയില്ല. ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണ അന്ന് തന്നെ ആ സർപ്രൈസും കിട്ടി. അത് എന്താ പറയാ, പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസ് തന്നെ കേട്ടോ. ഞാൻ വീട്ടിൽ എത്തുന്നതിൻ്റെ കുറച്ച് മുന്നെയാണ് അറിഞ്ഞത്. അപ്പം അതൊക്കെ മാറ്റി വെച്ച് നമ്മളെ കറീൻ്റെ അടുത്ത് പോയപ്പോഴാണ് അറിയണത് കറി ഒന്നാകെ എന്താ പറയുക വറ്റിപ്പോയി. ഞാൻ ഓർമ്മയില്ലേനി. ഇതിൻ്റെ ഇടയിൽ അത് ഞാൻ മറന്നുപോയി. പിന്നെ അത് റെഡിയാക്കി. പിന്നെ മീൻ പൊരിക്കാനുള്ള മീൻ പൊരിച്ച് അപ്പോഴത്തേന് മോനെ എല്ലാ പാത്രങ്ങളും മുഴുവൻ ഉള്ളിന്ന് പുറത്തേക്ക് എടുത്ത് അങ്ങനെ പിന്നെ ഓരോ പാത്രങ്ങളും കൊണ്ട് നടക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോരോ അലക്കാനുള്ളതൊക്കെ അലക്കാൻ പോയി. അപ്പോത്തിന് ജനാലിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കരഞ്ഞ് നിലവിളിച്ച്. അപ്പോൾ പിന്നെ അവനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി. അങ്ങനെ പിന്നെ അവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി അവനക്ക് ഫുഡ് കൊടുത്ത് ഓനൊന്ന് ഉറക്കണം. അങ്ങനെ പിന്നെ ഓനെ ഉറങ്ങി. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച്. പിന്നെ ഇപ്പോൾ ക്ലാസ് ഉണ്ട്, ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ അത് ഓന് ചെയ്യും. അങ്ങനെ ആ ടൈം കൊണ്ട് എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ളതൊക്കെ ഞാൻ ഈ നേരം വെച്ചിട്ടാണ് എഡിറ്റ് ചെയ്യല്. ഇപ്പം കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ രാത്രി എഡിറ്റ് ചെയ്യും. അങ്ങനെയാണ് കാര്യങ്ങൾ. ആ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ആയപ്പോത്തിന് ഓനോ എണീറ്റ് നേരെ പോയത് സിറ്റ് ഔട്ടിലേക്കാണ്. ഡോറും തുറന്ന് സിറ്റ് ഔട്ട് പോയി. അപ്പം നമുക്ക് വൈകുന്നേരത്തെ ചായ ഉണ്ടാക്കണം. അങ്ങനെ ചായ ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ ചായ കൊടുത്ത് അവർ കുറച്ച് നേരം കളിച്ച്. പിന്നെ രാത്രിയായി. കുട്ടികളെ വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ചെയ്ത്. അപ്പോൾ നമ്മൾ ചെറിയ ആള് തീരെ സമ്മതിക്കൂല കേട്ടോ. ക്ലാസ്സിൽ വർക്ക് ചെയ്യാനൊന്നും തീരെ സമ്മതിക്കൂല കേട്ടോ. അങ്ങനെ പിന്നെ കുറേ അതിൻ്റെ ഉള്ളിൽ കൂടെ കളിച്ച് കുറേ ബുക്സൊക്കെ കീറി അങ്ങനെയൊക്കെ ഓരോ കളികൾ ഓന് കളിക്കും. എല്ലാവരും പഠിത്തങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങി. അങ്ങനെ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും അടിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.